ഒരു ഇടവപ്പാതി തിമിർത്ത് പെയ്യുന്നുണ്ട്. അടുക്കളയുടെ ഇട്ടാവട്ടത്തു നിന്നും അവൾ പതിയെ പിന്മാറി വീക്ഷിച്ചു. ഒക്കെയും ക്ലീനാണ്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ ഉറപ്പ് വരുത്തി അവൾ മേലു കഴുകാനുള്ള പുറപ്പാടിലായി. ഡി, ഒരു ലൈറ്റ് കട്ടനെടുത്തേ. ചുണ്ടിലെ സിഗരറ്റ് പുക അവളുടെ മുഖത്തേക്ക് വിട്ടുകൊണ്ട് അയാൾ അവളെ അടിമുടി നോക്കി. ദേഷ്യവും ഈർഷ്യയും ഒന്നിച്ച് നാവിത്തുമ്പാലെ പിറുപിറുത്തുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു. കോപ്പയിലെ കട്ടൻ ഊതി കുടിക്കുന്നതിനിടയിൽ അയാളുടെ കണ്ണുകൾ അവളിലെ പെണ്ണിനെ തേടിക്കൊണ്ടേയിരുന്നു. രാവോളം വീട്ടുപണിയിലെ വിയർപ്പ് കണങ്ങളെ വകവയ്ക്കാതെയും അവളിലെ പെൺമനത്തിനൊരു സാന്ത്വനം നൽകാതെയും അയാളുടെ ശൗര്യത്തിനൊരു പരിഹാരം തീർപ്പാക്കിക്കൊണ്ട് അവളിൽ നിന്നും അയാൾ പതിവ് പോലെ ഇറങ്ങിക്കൊണ്ട് കൂർക്കം വലിക്കാൻ തുടങ്ങിയിരുന്നു. ശുചിമുറിയിൽ നിന്നും തൻ്റെ നെറുകയിലേക്ക് പ്രഹരിക്കുന്ന വെള്ളക്കെട്ടിൽ നിന്നും അവൾ ശബ്ദമുണ്ടാക്കാതെ ഏങ്ങിക്കരഞ്ഞു. ഒന്നു തലചായ്ക്കാൻ ഒരിടത്തേക്ക് തിരിയുന്നേരം കൂർക്കം വലിയുടെ അലോസരം അവളെ ഉറങ്ങാൻ കൂട്ടാക്കാതെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നേരം പാതിരാവിൽ ഒരു പെണ്ണ് വീട്ടുപടിക്കൽ കാലനെ പ്രണയിച്ചുകൊണ്ട് ഇരുട്ടിനെ നോക്കി സങ്കടപ്പെടുമ്പോൾ മഴയുടെ സിൽക്കാരം അവളെ തഴുകിയും തലോടിയും അവളുടെ കണ്ണുകളെ അമർത്തി ചുംബിച്ചുകൊണ്ടേയിരുന്നു. കാലനെ പ്രണയിച്ച അവളെ നിദ്രയുടെ വിരിമാറിലേക്ക് അടുപ്പിക്കാൻ ആ ഇടവപ്പാതിയും തിടുക്കം കൂട്ടിക്കൊണ്ടേയിരുന്നു.